ശക്തിയും അഹങ്കാരവും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആ ചോദ്യം നമ്മോട് പറയുന്ന അത്ഭുത ഐതിഹ്യമാണ് ധണ്ണൻ എന്ന ശക്തിയുടെ കഥ. പാർവതീദേവിയുടെയും മഹാദേവന്റെയും മകനായി ജനിച്ചവനായിരുന്നു ധണ്ണൻ. അപാരമായ ശക്തി, അതുല്യമായ പരാക്രമം, എന്തിനേയും കീഴ്പ്പെടുത്താനുള്ള അസാധാരണ ശക്തി. എന്നാൽ അതേ ശക്തി തന്നെ അദ്ദേഹത്തെ അഹങ്കാരത്തിന്റെ വഴിയിലേക്ക് നയിച്ചു. ധണ്ണൻ ക്രൂരതയിലേക്ക് വഴുതി വീണപ്പോൾ അത് മാതാപിതാക്കളുടെ ഹൃദയം വേദനിപ്പിച്ചു. മകന്റെ പ്രവൃത്തികൾ കണ്ടു മഹാദേവൻ ദുഃഖത്തിൽ മുങ്ങി. ആ ദുഃഖത്തിലിരിക്കുന്ന ശിവനെ കണ്ടപ്പോൾ പാർവതീദേവിയുടെ ഹൃദയം തകർന്നു. തൽഫലമായി ദേവിയുടെ കണ്ണുകളിൽ നിന്നും 2 കണ്ണുനീർ തുള്ളികൾ അടർന്നു വീണു. ആ കണ്ണുനീർ സാധാരണ കണ്ണുനീരായിരുന്നില്ല. അതിൽ നിന്ന് അവതരിച്ചു ചീറുമ്പമാർ. വലതുകണ്ണിൽ നിന്ന് ജനിച്ചവളെ മൂത്തവളെന്നും ഇടതുകണ്ണിൽ നിന്ന് ജനിച്ചവളെ ഇളവളെന്നും അറിയപ്പെട്ടു. അതിരൗദ്രഭാവത്തിൽ നിലകൊണ്ട ആ ദേവിമാരെ കണ്ടപ്പോൾ ധണ്ണന്റെയും കണ്ഠകർണന്റെയും അഹങ്കാരം നിമിഷങ്ങൾ കൊണ്ട് ശമിച്ചു. അവർ ദേവിയുടെ മുന്നിൽ കൈകൂപ്പി നിന്നു. ആ നിമിഷം മുതൽ അവർ ക്രൂരതയുടെ പാത ഉപേക്ഷിച്ചു. ധർമ്മത്തിന്റെ വഴിയിലേക്ക് അവർ തിരിഞ്ഞു. ദാരികവധത്തിനു ശേഷം നല്ലച്ഛന്റെ അനുമതിയോടെ ഭൂലോകത്തേക്ക് എത്തിയ കൂർമ്മമാർക്കൊപ്പം ധണ്ഡനും കണ്ഠകർണനും കൂടി. അങ്ങനെ രൂപപ്പെട്ടു കൂർമ്മനാൽവർ സംഘം. കണ്ണൂർ പ്രദേശങ്ങളിലെ കൂർമ്മക്കാവുകളിൽ കൂർമ്മദേവിയുടെ ഇടതുഭാഗത്തായി ധണ്ഡന് പ്രത്യേക സ്ഥാനമുണ്ട്. എന്നാൽ ധണ്ണൻ തെയ്യം കാണുക എളുപ്പമല്ല. അപൂർവമായ ചില കൂർമ്മക്കാവുകളിൽ മാത്രം വർഷങ്ങൾക്കൊരിക്കൽ മാത്രമാണ് ധണ്ണൻ കോലം കെട്ടിയാടുന്നത്. ഈ തെയ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത 1000 തിരി പന്തം. 1008 തിരികൾ തെളിഞ്ഞു നിൽക്കുന്ന അത്ഭുത ദീപപ്രഭ. കറുപ്പും ചുവപ്പും കലർന്ന വേഷത്തിൽ പന്തത്തോടു കൂടിയ വെള്ളാട്ടം അരങ്ങേറുന്നു. മറ്റു തെയ്യങ്ങളിൽ നിന്നും അപൂർവമായ ഒരു കാഴ്ച. ഇവിടെ മറ്റൊരു പ്രത്യേകതയുമുണ്ട്. ഈ പന്തം സമർപ്പിക്കുന്നത് ഭക്തർ തന്നെയാണ്. തങ്ങളുടെ ആയുരാരോഗ്യത്തിനും സൗഖ്യത്തിനുമായി ധണ്ണൻ തെയ്യത്തിന് 1000 തിരി സമർപ്പണം നടത്തുന്നു. അങ്ങനെ അഹങ്കാരത്തിൽ നിന്ന് ധർമ്മത്തിലേക്കുള്ള ഒരു യാത്ര. ഇന്നും തെയ്യത്തിന്റെ ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും ജീവിച്ചിരിക്കുന്ന അത്ഭുത ഐതിഹ്യം. ആയിരിക്കണം എന്റെ ആൾക്കാരന്മാരെ, എന്റെ ആരംഭമായിരിക്കുന്ന അഗ്നി വാങ്ങി തുടങ്ങി വയ്യ കേട്ടോ.